ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പകർച്ചവ്യാധി തടയുന്നതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി മന്ത്രി വീണ ജോർജ്. ക്യാമ്പിൽ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും മന്ത്രി വ്യക്തമാക്കി. ക്യാമ്പിലെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് ന്യൂസ് മലയാളത്തോടും മന്ത്രി പ്രതികരിച്ചു. ദുരന്ത മേഖലയിൽ പകർച്ചവ്യാധി ഭീഷണിയാണ് വലിയ തോതിൽ നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെയും സാംക്രമിക രോഗ വിദഗ്ധരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിക്കണം, ആളുകൾ വെറുതെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വന്നുകൂടാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. നമ്മളൊരു വലിയ ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആണ്. മറ്റൊരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ പടരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ റിസീവ് ചെയ്യുന്ന ബോഡീസ് അത് സംബന്ധിച്ച കാര്യങ്ങൾ, അപ്പോൾ അതോടൊപ്പം തന്നെ മൃഗങ്ങൾ, അവയുടെ ശരീരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് സംസ്കരിക്കുന്നതിനും ഡിസിൻഫെക്റ്റൻ്റ് ഒഴിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ അവിടെ ചെയ്യുന്നതിനും വേണ്ടി പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്നൊക്കെ അവിടെ പബ്ലിക് ഒരു കാരണവശാലും ഇപ്പോൾ ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, വെറുതെ കഴുകുന്ന അവിടെ തന്നെ വൃത്തിയാക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുണ്ട്, പോലീസുണ്ട്, പഞ്ചായത്തിൻ്റെ റവന്യൂ. പക്ഷെ അവരെ അല്ലാതെ ഉള്ള പൊതുവായി ഒരാളും ഇനി ഈ ഒരു ഇതിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. ബോഡി ഐഡൻറ്റിഫിക്കേഷനുള്ള ഇതൊക്കെ നമ്മൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഈ രോഗാണുക്കൾ പകരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ട് ഇതൊരു അപേക്ഷയാണ്, ഒരു അഭ്യർത്ഥനയാണ്. ദയവായി അത് കേൾക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. മൃതദേഹങ്ങൾ തന്നെ എത്തിയാലും ജീർണിച്ച നിലയിലാണ്, അത് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം. DNA പരിശോധന ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യവും ഒരു പറയുന്നുണ്ട്. DNA പരിശോധന നമ്മൾ ഇന്ന് 3-ാം ദിനമാണോ ആദ്യത്തെ, അതായത് ഇന്നലെയുടെ തലേന്ന് ഈ സംഭവം ഉണ്ടായി അതിരാവിലെ തന്നെ ആരോഗ്യവകുപ്പ് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി ആദ്യം തീരുമാനിച്ച 10 കാര്യങ്ങളിൽ ഒന്ന് DNA പരിശോധനയായിരുന്നു. കാരണം ഈ ബോഡി പാർട്സ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞാണ് നിലമ്പൂരൊക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ആംപ്യൂട്ടഡ് ശരീരഭാഗങ്ങളുടെ ആരുടേതാണെന്ന് തിരിച്ചറിയണമല്ലോ. അപ്പോൾ DNA സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് ടിഷ്യൂ അതിന് ഒരു നിശ്ചിതമായ മാനദണ്ഡമുണ്ട്, ഇത്ര നീളമുള്ള അങ്ങനെയുള്ള ടിഷ്യൂ എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത്. അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചില ബോഡീസ് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ശരീരങ്ങളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് DNA പരിശോധനയിലൂടെ ആണ് നമുക്കത് ആരാണെന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുക. അതുകൊണ്ട് അത് നമ്മൾ മിനിഞ്ഞാന്ന് തന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുമായി സഹകരിച്ചുകൊണ്ടാണ്. മിനിഞ്ഞാന്ന് എനിക്ക് ഈ സംഭവം ഉണ്ടായി രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും അതനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ താഴേക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് നിലമ്പൂരും ഇവിടെയും ഒക്കെ തന്നെ സാമ്പിൾ എടുത്തുകൊണ്ടാണ്. DNA പരിശോധന അടക്കമുള്ള ആവശ്യങ്ങളിൽ ഉടനടി തന്നെ നടപടി ഉണ്ടാകും. അത്തരം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്.